Now let us consider an example, example 1.9 in page number 30. Verify the fundamental theorem of gradient for the function t is equal to xy square and the boundaries are a is equal to 0, 0, 0, b is equal to 2, 1, 0. The given function t xy z is x y square. ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൽ സെഡ് ഡിപ്പെൻഡൻ്റ് അല്ല, എക്സും വൈ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി എൻ പോയിൻറ്റ്സ് എന്താണ്? ഒറിജിൻ 0, 0, 0 ഒറിജിൻ ആൻഡ് 2, 1, 0. ഇപ്പോൾ ഗ്രാഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ദിസ് ഈസ് ദ പോയിൻറ്റ് 0, 0, 0 ഒറിജിൻ എ. പിന്നെ പറയുന്നത് 2, 1, 0. 2, 1, 0 മീൻസ് എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 1, y equal to 1, z is equal to 0. 0, 0 means x, y, z are 0 origin. അപ്പോൾ x equal to 2, അപ്പോൾ x ആക്സിസിൽ 2 പോയിൻറ്റ്, y equal to 1, y ആക്സിസിൽ 1 പോയിൻറ്റ്, z equal to 0 ആണ്. അപ്പോൾ എക്സ് വൈ പ്ലെയിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻറ്റ് ബി. ഇനി നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗ്രേഡിയൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗ്രേഡിയൻ്റ് എന്താണ്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ലൈൻ ഇൻ്റഗ്രൽ എ ടു ബി ഡെൽ ടി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി എ. അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാല്യൂറ്റ് ചെയ്യുന്നു, അതിനുശേഷം റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂറ്റ് ചെയ്യുന്നു. രണ്ടും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ നമുക്ക് തിയറം വെരിഫൈ ചെയ്യാം. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈൻ ഇൻ്റഗ്രലാണ് പെർഫോം ചെയ്യുന്നത്. ലൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ നമുക്ക് ഏത് ലൈനാണെന്ന് സ്പെസിഫൈ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ ഗ്രേഡിയൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ടേക്കൺ. അപ്പോൾ ഏത് പാത്ത് എടുത്താലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ പാത്ത് ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പാത്താണ്. പാത്ത് പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് 0, 0 നിന്ന് എയിൽ നിന്ന് ആദ്യം ഈ പോയിന്റിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ പി എന്നുള്ളൊരു പാത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ഒരു പാത്തിനെ രണ്ട് സെഗ്മെൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സെഗ്മെൻറ്റ് 1 അതായത് എക്സ് ആക്സിസിൽ ഈ 2 യൂണിറ്റ് വരുന്നത്, ദെൻ സെഗ്മെൻറ്റ് 2 വൈ ആക്സിസിൽ ഒരു 1 യൂണിറ്റ് മുകളിലേക്ക് പോയിട്ട്, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിട്ട് ഈ ഒരു പാത്തിനെ എടുക്കാം. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഗ്രാഡ് ടി ഡോട്ട് ഡി എൽ. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രേഡിയൻറ്റ് കാണുന്നു, ദെൻ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ഡി എൽ. അതിനുശേഷം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രാഡ് ടി ഗിവൺ ബൈ എക്സ് ക്യാപ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ടി. ടി എന്താണ്? എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ ക്യാപ് ഡോ ബൈ ഡോ വൈ ഓഫ് ടി സെഡ് കമ്പോണൻറ്റ്. അപ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സ്ക്വയർ, വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഡോ ബൈ ഡോ എക്സ് ഈസ് 1. dou x by dou x is 1. So x cap y square, then y cap, y derivative എടുക്കുകയാണെങ്കിൽ 2y, x കോൺസ്റ്റൻ്റ് ആണ് 2xy പ്ലസ് z കമ്പോണൻ്റ് ഒന്നുമില്ല, സോ ഇറ്റ് ഈസ് 0. ഇതാണ് നമുക്ക് കിട്ടുന്നത് ഡെൽ ഡോട്ട് ഡി. ഇനി നമുക്ക് വേണ്ടത് ഡെൽ ഡോട്ട് ടി ഡോട്ട് ഡി എൽ ആണ്. വാട്ട് ഈസ് ഡി എൽ? ഡി എൽ ഇസ് ദി ഇൻഫിനിറ്റേഷണൽ ലൈൻ എലമെൻറ്റ് ഡി എക്സ് എക്സ് ക്യാപ് പ്ലസ് ഡി വൈ വൈ ക്യാപ് പ്ലസ് ഡി സെഡ് സെഡ് ക്യാപ്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് ക്യാപ് ഡോട്ട് എക്സ് ക്യാപ് 1, അതിൻ്റെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ് വൈ സ്ക്വയർ ഡി എക്സ്. സോ ദിസ് ഈസ് ഡോട്ട് പ്രോഡക്റ്റ്. ആൻഡ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ വൈ സ്ക്വയർ ഡി എക്സ്. സോ വൈ സ്ക്വയർ ഡി എക്സ്. ദെൻ സെക്കൻഡ് കമ്പോണൻറ്റ് 2xy ഡി വൈ. തേർഡ് കമ്പോണൻറ്റ് സെഡ് കമ്പോണൻറ്റ് ഇവിടെ ഇല്ല, 0 ഇൻറ്റു ഡി സെഡ് 0. സോ ദാറ്റ് ഈസ് ഡെൽ ഗ്രാഡ് ടി ഡോട്ട് ഡി എൽ. ഇനി ഓരോ പാത്തിനും നമ്മൾ മുമ്പ് ചെയ്ത എക്സാമ്പിൾ പോലെ തന്നെ ചെയ്യുക. ഫോർ ലൈൻ 1 ഈ ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യണം. പി എന്നുള്ള പാത്തിലെ ഫസ്റ്റ് സെഗ്മെൻറ്റാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്ത് എന്താണ്? നമ്മൾ എക്സ് ആക്സിസ് കൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി വൈയും ഡി സെഡും എന്താണ്? നമ്മൾ എക്സ് ആക്സിസ് കൂടെ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, വൈക്കും ചേഞ്ച് ഇല്ല, സെഡിനും ചേഞ്ച് ഇല്ല. സോ ഡി വൈ ഈസ് ഈക്വൾ ടു ഡി സെഡ് ഈസ് ഈക്വൾ ടു 0. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ? ഈ ആക്സിസിൽ ത്രൂ ഔട്ട് ദിസ് ആക്സിസ് ദ വാല്യൂ ഓഫ് y is 0. So y is equal to 0. So grad t, equation 1 grad t dot dl is equal to y 0 എന്ന് കൊടുത്താൽ 0, ഫസ്റ്റ് ടൈം 0, സെക്കൻഡ് ടൈമിലും y ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ 0, 0. അപ്പോൾ ഈ ഒരു പാത്തിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ 0 ആണ്. നൗ ഇതിൻ്റെ സെക്കൻഡ് സെഗ്മെൻറ്റ്, ഈ ഒരു സെഗ്മെൻറ്റ് 2 കൺസിഡർ ചെയ്യാണ്. സെഗ്മെൻറ്റ് 2 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നത് y ആക്സിസിന് പാരലലായിട്ടാണ്. അപ്പോൾ എക്സ് ആക്സിസിലും ചേഞ്ച് ഇല്ല, ഡി എക്സിനും ചേഞ്ച് ഇല്ല, ഡി സെഡിന് എന്തായാലും ചേഞ്ച് ഇല്ല. നമ്മൾ എക്സ് വൈ പ്ലെയിനിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഡി എക്സ് ഈക്വൽ ടു ഡി സെഡ് ഈസ് ഈക്വൽ ടു 0. വാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഈ ഒരു പാത്തിൽ കൂടെ പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണ്. സോ എക്സ് ഈക്വൽ ടു 2. സോ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രാഡ് ടി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 0. സോ ഫസ്റ്റ് ടൈം 0 ആണ്, പ്ലസ് 2 ഇൻറ്റു
എക്സ് എത്രയാണ്? എക്സ് 2 ആണ്, വൈ ഡി വൈ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4y dy. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെഗ്മെൻറ്റ് 2 ആണ്. സെഗ്മെൻറ്റ് 2-ൽ നമ്മുടെ വേരിയബിൾ ഡി വൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ വൈ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? വൈ 0 മുതൽ 1 വരെയാണ് വേരി ചെയ്യുന്നത്. 0 മുതൽ 1 വരെയാണ് വൈ വേരി ചെയ്യുന്നത്. സോ ഇൻ്റഗ്രൽ വൈ ഈസ് ഈക്വൽ ടു 0 to 1, then grad t dot dl is 4y dy. 4y dy is equal to 4 times വൈയുടെ ഇൻ്റഗ്രൽ y square by 2 ലിമിറ്റ്സ് 0 to 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2. അപ്പോൾ ഫസ്റ്റ് സെഗ്മെൻറ്റിൽ 0 ആയിരുന്നു ലൈൻ ഇൻ്റഗ്രൽ ഉണ്ടായിരുന്നത്, സെക്കൻഡ് സെഗ്മെൻറ്റിൽ 2 ആണ്. അപ്പോൾ ടോട്ടൽ പാത്ത് പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് പ്ലസ് സെക്കൻഡ് സെഗ്മെൻറ്റ്, ഫസ്റ്റ് സെഗ്മെൻറ്റ് പ്ലസ് സെക്കൻഡ് സെഗ്മെൻറ്റ്സ്. സോ 0 + 2 is equal to 2. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗ്രേഡിയൻറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് നമ്മളിപ്പോൾ വാല്യൂറ്റ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി തിയറം പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ പറയുന്നത്? ഇറ്റ്സ് വാല്യൂ ഈസ് ഗിവൺ ബൈ line integral is given by the difference of the values of this function at the boundaries. T of b minus T of a ആണ് നമുക്കിനി ചെയ്യേണ്ടത്. So T of b, what is T? T is the given function x y square, a origin, b the given point 2 1 0. So T of b minus T of a എന്ന് പറഞ്ഞാൽ ടിയിൽ x equal to 2, b എന്നുള്ള പോയിന്റ് b എന്ന് പറഞ്ഞാൽ 2 1 0, y is equal to 1, z is equal to 0, മൈനസ് ടി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഒറിജിൻ. അപ്പോൾ എക്സും വൈയും സെഡും 0 ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 1 സ്ക്വയർ മൈനസ് ഇവിടെ എല്ലാം 0 ആണ്, എക്സും 0 ആണ്, വൈയും 0 ആണ്, 0 is equal to 2. സോ ഹെൻസ് വി പ്രൂവ്ഡ്. നമുക്ക് ഇക്വേഷൻ 4-ൽ കിട്ടിയായിരുന്നത് ലൈൻ ഇൻ്റഗ്രൽ 2 എന്നാണ്. സോ ഇക്വേഷൻ 5-ൽ നമ്മൾ പ്രൂവ് ചെയ്തു ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗ്രേഡിയൻറ്റ് ഈസ് വെരിഫൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്, സോ ഇറ്റ് ഈസ് വെരിഫൈഡ്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഈ ലൈൻ ഇൻ്റഗ്രൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ടേക്കൺ. ഈ സ്പെഷ്യൽ കേസിൽ ഗ്രേഡിയൻറ്റിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ടേക്കൺ ഇൻഡിപെൻഡൻ്റ് ആണ്. ജനറലി പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ ഗ്രേഡിയൻറ്റിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പാത്ത് എടുത്തതിന് പേർ വേറെ ഏത് പാത്തെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ ഇതും കൂടെ നടത്തി നോക്കാം ലൈൻ ഇൻ്റഗ്രൽ പെർഫോം ചെയ്യാനായിട്ട്. ഡയറക്റ്റ് എ ഈക്വൽ ടു 0-ൽ നിന്ന് ബിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ഈ ഒരു പാത്ത്. അതിനെ ഞാൻ ക്യൂ എന്ന് വിളിക്കുന്നു. ക്യൂ എന്നുള്ള പാത്തിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ അറിയണം. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതായത് എക്സ് 0 ആകുമ്പോൾ വൈ 0 ആണ്, എക്സ് 1 ആയപ്പോൾ വൈ എത്രയാണ്? ഇത് 1 ആണെങ്കിൽ ഇത് ഹാഫ് ആണ്, വൈ ഹാഫ് ആണ്. ഇനി ഇവിടെ എക്സ് 2 ആയപ്പോൾ വൈ എത്രയായി? 1 ആയി. അതായത് എക്സിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ ഹാഫാണ് വൈ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ, ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2. എക്സ് 1 ആണെങ്കിൽ ഹാഫ്, 2 ആണെങ്കിൽ 1 ആൻഡ് സോ ഓൺ. വൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2. അപ്പോൾ ആ ഇക്വേഷൻ കിട്ടിയാലാണ് നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഫോർ പാത്ത് ക്യൂ സെക്കൻഡ് പാത്ത് എടുക്കുകയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു ഹാഫ് എക്സ്. സോ ഡി വൈ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഹാഫ് ഡി എക്സ്. ഇനി അത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഗ്രാഡ് ടി ഡോട്ട് ഡി എൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് 2xy dy. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇത്തരം കേസുകളിൽ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് ഇതിനെ മാറ്റാമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എക്സിൻ്റെ വേരിയബിളിലേക്ക് മാറ്റാം. സോ ഗ്രാഡ് ടി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ, വൈ എന്താണ്? ഹാഫ് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് 2xy. വൈ ഇവിടുത്തെ വൈ എന്ന് പറഞ്ഞാൽ ഹാഫ് എക്സ് ആണ്, dy എന്ന് പറഞ്ഞാൽ ഹാഫ് ഡി എക്സ് ആണ്, ഹാഫ് ഡി എക്സ്. സോ ദിസ് ഈസ് എക്സ് സ്ക്വയർ ബൈ 4 dx പ്ലസ് എക്സ് സ്ക്വയർ 2 cancels, half is here, so x square by 2 dx. So this is 3/4 x square dx. ഇനി അതിനെ നമുക്ക് ഇൻ്റഗ്രൽ പെർഫോം ചെയ്യണം. ഇൻ്റഗ്രൽ പെർഫോം ചെയ്യുന്നാൽ ഗ്രാഡ് ടി ഡോട്ട് ഡി എൽ നമ്മൾ ഇവിടേക്കാണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഒരു വേരിയബിൾ എക്സിൻ്റെ വേരിയബിളിലേക്ക് ആക്കി. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എക്സ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0-ൽ നിന്ന് 2-ലേക്കാണ് വേരി ചെയ്യുന്നത്. സോ ഇൻ്റഗ്രേഷൻ ലിമിറ്റ്സ് ആർ എക്സ് ഈക്വൽ ടു 0 to 2 3/4 x square dx. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ആൻസർ 2. സോ നേരത്തെ കിട്ടിയ അതേ ആൻസറാണ് ഇക്വേഷൻ 5-ൽ. ഈ പാത്ത് 2 സെഗ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത പി എന്നുള്ള പാത്തിൽ കിട്ടിയത് നമുക്ക് 2 ആണ്. അതേ ആൻസർ തന്നെയാണ് അവിടെ കിട്ടുന്നത്. സോ ദിസ് ഈസ് ജസ്റ്റ് ടു പ്രൂവ് ദാറ്റ് ദി ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഗ്രേഡിയൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ടേക്കൺ. ഫണ്ടമെൻ്റൽ തിയറത്തിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ്.